ഇസ്ലാമിക കലണ്ടറിന്റെ ആദ്യത്തെ മാസമാണ് മുഹറം മാസം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഈ 4 മാസം അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിൽ തന്നെ പ്രധാനപ്പെട്ട മാസമാണ് ഇസ്ലാമിക കലണ്ടറിന്റെ ആദ്യത്തെ മാസമായ, അഥവാ നമ്മളിപ്പോൾ ഉള്ള മുഹറം മാസം. നിബിധങ്ങൾ ഈ മാസത്തെക്കുറിച്ച് ഷഹറുല്ലാഹിൽ മുഹറം എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ മാസം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ മാസത്തിലാണ് നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. 4 മാസം അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമാണ് എന്ന് പറഞ്ഞാൽ ആ 4 മാസങ്ങളിൽ മനുഷ്യൻ അക്രമം കാണിക്കരുത്. യുദ്ധം പോലും നിഷിദ്ധമാണ് ആ മാസത്തിൽ. ആ 4 മാസങ്ങളിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റ് മാസങ്ങളെക്കാൾ സ്ഥാനവും പ്രതിഫലവുമുണ്ട്. ആ 4 മാസങ്ങളിൽ അവൻ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റ് മാസങ്ങളെക്കാൾ ഗൗരവമുണ്ട്. ഇതിൽ ഒന്നാമത്തേതാണ് മുഹറം മാസം. 2 പ്രധാനപ്പെട്ട അമലാണ് ഈ മുഹറം 10-ന്റെ അന്ന് ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. 2 അമലാണ് പ്രത്യേകമായി മുഹറം 10-ന്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ്. ആഷൂറ എന്നാണ് നോമ്പിന്റെ പേര്. റമളാനിലെ നോമ്പ് ഇസ്ലാം വന്ന് 14 വർഷത്തിന് ശേഷമാണ് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നത്. റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന ഒരു നോമ്പാണ് ഈ നോമ്പ്. നബികളും സഹാബാക്കളും റമളാനിൽ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പും നിർബന്ധ ബുദ്ധിയോടുകൂടി മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ് പിടിച്ചിരുന്നു. റമളാനിൽ നോമ്പ് നിർബന്ധമായപ്പോൾ ഈ നോമ്പ് സുന്നത്തായിട്ട് മാറി. എന്നാലും റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ്. നബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു. ആ 10-ന്റെ അന്ന് പിടിക്കുന്ന നോമ്പ് അല്ലാഹു തആല കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപം പുറത്തു തരാൻ കാരണമാകുമെന്ന് നബികൾ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. സഹാബാക്കളും നബികളും നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ നോമ്പ് പിടിച്ചിരുന്നു. ഈ നോമ്പ് പിടിക്കാനുള്ള കാരണം മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറഔനിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തി അതിന്റെ നന്ദി എന്നോണമാണ് ഈ നോമ്പ് പിടിച്ചിരുന്നത്. നബിതങ്ങൾ മരണപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷമാണ് അറിയുന്നത് ഈ ദിവസം യഹൂദികളും ജൂതന്മാരും ക്രൈസ്തവരും നോമ്പ് പിടിക്കുന്നുണ്ട് എന്നറിയുന്നത് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷമാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാം യഹൂദികളുടെ പ്രവാചകനാണ്, ക്രൈസ്തവരുടെയും പ്രവാചകനാണ്. അപ്പൊ അദ്ദേഹം രക്ഷപ്പെട്ടതിന്റെ, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നന്ദി എന്നോണം അവർ ആ ദിവസത്തെ ആദരിക്കുകയും അന്ന് നോമ്പ് പിടിക്കുകയും ചെയ്തിരുന്നു. ഇതറിയാതെ നബിതങ്ങളും ജീവിതകാലം മുഴുവൻ നോമ്പ് പിടിച്ചു. മരിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം ഇത് അറിഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, സൂമു യൗമ ആശൂറ ഖാലിഫു ഫീഹി യഹൂദ്. നിങ്ങൾ 10-ന്റെ അന്ന് തന്നെ നോമ്പ് പിടിച്ചോ, പക്ഷെ യഹൂദികളോട് നിങ്ങൾ എതിരാകണം. എങ്ങനെ എതിരാകണം? സൂമു യൗമൻ ഖബ്ലഹു ഔ ബഅദഹു. ആ 10-ന്റെ കൂടെ തൊട്ട് മുമ്പത്തെ ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു ദിവസമോ കൂടി ചേർത്ത് 2 ദിവസം നോമ്പ് പിടിച്ച് നിങ്ങൾ അവരോട് എതിരാകണമെന്ന് നബിതങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്ന ആൽ ലഅസൂമന്ന താസിഅ, 9-ന് കൂടി ഞാൻ നോമ്പ് പിടിച്ച് യഹൂദികളോട് എതിരാകുക. കാരണം മൂസാ നബി അലൈഹിസ്സലാം അവരെക്കാൾ അദ്ദേഹത്തോട് കടമയുള്ളത് എനിക്കാണ്. അപ്പൊ അവരും നോമ്പ് പിടിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് 10-നോടൊപ്പം ഒരു ദിവസം കൂടി ചേർത്ത് ദുൽഹജ്ജ് 9-നോ അല്ലെങ്കിൽ 11-നോ 2 നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ 9-ന് പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നബിതങ്ങൾ 2 മാസത്തിനുള്ളിൽ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നു, മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ് സുന്നത്താണ്, അതിനോടൊപ്പം 9-ന്റെ അന്ന് കൂടി പിടിക്കൽ സുന്നത്താണ്. ഒരാൾക്ക് 9-ന് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ 11-ന്റെ അന്ന് നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പൊ ഈ 2 നോമ്പ് മുഹറം 9, 10 അല്ലെങ്കിൽ 10, 11 ദിവസങ്ങളിൽ നമുക്ക് സുന്നത്താണ്. അല്ലാഹു തആല ഒരു വർഷത്തെ പാപം നമുക്ക് മാപ്പാക്കി തരും എന്ന് മാത്രമല്ല നിർബന്ധ ബുദ്ധിയോടുകൂടി നബിതങ്ങൾ പിടിച്ചു കാണിച്ചു തന്ന നോമ്പാണ്. ഇനി 2-മത്തെ ഒരു അമല് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, മൻ വസ്സഅ അലാ നഫ്സിഹി വഅലാ അഹ്ലിഹി യൗമ ആശൂറ വസ്സഅ അല്ലാഹു അലൈഹി അസ്സനത കുല്ലഹ.
ആരെങ്കിലും ഈ മുഹറം 10 അന്നത്തെ ദിവസം സ്വന്തം ആവശ്യത്തിനും കുടുംബക്കാർക്കും വിശാലമായി കാശ് ചെലവാക്കിയാൽ അല്ലാഹു തആല ആ വർഷം മുഴുവൻ അവരോട് വിശാലത കാണിക്കും. മുഹറം 10 അന്ന് നബിതങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു തന്ന അമലാണ്. 10 അന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അന്ന് എന്തെങ്കിലും കാശ് കൂടുതൽ കൊടുത്ത് നല്ല എന്തെങ്കിലും ആഹാരം വാങ്ങി കഴിച്ചു, നല്ല അല്പം വില കൂടിയ ഒരു വസ്ത്രം വാങ്ങി ഉപയോഗിച്ചു, വീട്ടുകാർക്കും കാശ് ചെലവഴിച്ച് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ അല്ലാഹു തആല ഒരു വർഷം അവരോടും അവർക്ക് അല്ലാഹു തആല നൽകുന്ന സമ്പത്തിൽ വിശാലത കാണിക്കും. 2 അമലാണ്. ഒന്ന് 10 അന്നും 9 അന്നും നോമ്പ് പിടിക്കുക. 2 10 അന്നത്തെ ദിവസം വീട്ടുകാർക്ക് വേണ്ടി വിശാലമായി അന്ന് ഇറച്ചി വാങ്ങുക. സാധാരണ ദിവസങ്ങളിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വിശാലമായി അന്നത്തെ ദിവസം ചെലവഴിക്കുക. കുറെ സഹാബാക്കൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജറബ്നാഹു ഫവജദ്നാഹു കദാലിക. ഇത് വെറുതെ പറയുന്നതല്ല, ഞാനിത് അനുഭവിച്ചു, ഞാനിത് ചെയ്തിട്ട് നോക്കി. ഞാനിത് ചെയ്തപ്പോഴൊക്കെ ഏതെല്ലാം വർഷം മുഹറം 10 ഞാൻ കാശ് കൂടുതൽ ആളുകൾക്ക് ചെലവഴിക്കുന്നോ, എന്റെ കുടുംബക്കാർക്ക് ചെലവഴിക്കുന്നോ, ആ വർഷമൊക്കെ അല്ലാഹു തആല എനിക്ക് സമ്പത്തിൽ വർധനവ് തന്നിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഹദീസ് പണ്ഡിതനുണ്ടായിരുന്നു സുഫിയാൻ ഇബ്നു ഉയൈന. അദ്ദേഹം പറഞ്ഞു, ജറബ്നാഹു 50 സനതൻ, ഞാൻ 50 വർഷം, എന്റെ ജീവിതത്തിലെ 50 വർഷം ഞാൻ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചു. അഥവാ 50 വർഷം മുഹറം 10 അന്ന് ഞാൻ എന്റെ വീട്ടുകാർക്ക് വേണ്ടി കാശ് കൂടുതൽ ചെലവഴിച്ചു. ആ 50 വർഷവും എനിക്ക് സാമ്പത്തിക വിഷയത്തിൽ നന്മയല്ലാതെ നേട്ടമല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുന്നു. പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ മുഹറം 10 അന്ന് അവന്റെ സ്വന്തം ആവശ്യത്തിന്, അവന്റെ കുടുംബക്കാരുടെ ആവശ്യത്തിന് കൂടുതൽ കാശ് ചെലവഴിക്കണം. രണ്ടാമതായി പറയുന്നു, അവന്റെ കാശിൽ നിന്ന് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി സദഖകൾ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇനി ഒരാളുടെ കയ്യിൽ അന്നത്തെ ദിവസം കൂടുതൽ ചെലവഴിക്കാൻ കാശില്ല എങ്കിൽ ഇമാമിങ്ങൾ പറയുന്നു, ഏറ്റവും കുറഞ്ഞ പക്ഷം അവന്റെ സ്വഭാവമെങ്കിലും വിശാലമാക്കണം. സ്വഭാവമെങ്കിലും, ഇടുങ്ങിയ സ്വഭാവമാണ്, ആരെയും ഉൾക്കൊള്ളാൻ താല്പര്യമില്ലാത്ത സ്വഭാവമാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഇന്ന് എന്റെ സ്വഭാവം നന്നാക്കും, ഇന്ന് ഞാൻ എല്ലാവരെയും പരിഗണിക്കും, ഇന്ന് ഞാൻ എല്ലാവരോടും ചിരിച്ചു കാണിക്കും, ഇന്ന് ഞാൻ ആരോടും വഴക്കിടില്ല, ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, പ്രശ്നമുണ്ടാക്കില്ല എന്നെങ്കിലും തീരുമാനിക്കണം ഈ ദിവസത്തെ ആദരിക്കാൻ വേണ്ടി. സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കണം, വീട്ടുകാർക്ക് ചെലവഴിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇത് 3 ചെയ്യാനുള്ള കാശില്ലെങ്കിൽ അവന്റെ മനസ്സെങ്കിലും വിശാലമാക്കണം, സ്വഭാവമെങ്കിലും നന്നാക്കും എന്ന് അവൻ അന്ന് തീരുമാനമെടുക്കണം. ഈ 2 കാര്യങ്ങളാണ് മുഹറം 10 അന്ന് നമുക്ക് അമലായി ഹദീസിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി 10 അന്ന് 9, 8 ആകുമ്പോൾ ഇഷ്ടം പോലെ വാട്സപ്പിൽ കുറേ വരും, ഇന്നത് ഓതണം, ഇന്ന നിസ്കാരം നിസ്കരിക്കണം. വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുഹറം 10 വേറൊരു സാഹചര്യം കൂടിയുണ്ട്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളുടെ കൊച്ചുമകൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഈ മുഹറം 10 അന്നാണ്. ഷിയാക്കൾ നമ്മൾ സാധാരണ മുസ്ലിമീങ്ങളായിട്ട് എണ്ണാറുണ്ടെങ്കിലും അവരുടെ വിശ്വാസങ്ങൾ മുഴുവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അപ്പൊ അവര് സഹാബാക്കളെ മുഴുവൻ ചീത്ത വിളിക്കും. നബിതങ്ങളുടെ ഭാര്യമാരെ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ കാഫിറാണെന്ന് അവർ പറയുന്നത്. അവരാകെ അംഗീകരിക്കുന്ന 4-5 ആളുകളിൽ ഒരാളാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ മുഹറം 10 അന്നാണ്. അതിന്റെ ചരിത്രം നോക്കിയാൽ ഈ ഷിയാക്കൾ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചതിച്ച് കൊന്നു കളഞ്ഞത്. അപ്പൊ അദ്ദേഹം മരിച്ചത് കൊണ്ട് ഷിയാക്കളുടെ ഇടയിൽ കുറെ അനാചാരങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കാണാം, മറ്റേ ഈ വാളും കത്തിയും ഒക്കെ വെച്ചിട്ട് ശരീരം മുറിക്കും, തീ കാത്തൂടെ നടക്കും. ഇതെല്ലാം ഷിയാക്കളുടെ അനാചാരങ്ങളാണ്. ഈ ഷിയാക്കളുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നോ ആ സ്ഥലങ്ങളിലൊക്കെ വലിയ അനാചാരങ്ങൾ പ്രചരിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ അനാചാരങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ മുഹറം 1 മുതൽ 10 വരെ നെഹ്സാണെന്ന് പറയും, മോശം ദിവസമാണെന്ന് പറയും. അന്നൊരു നല്ല കാര്യം ചെയ്യരുത്, കട തുടങ്ങരുത്, കല്യാണം നടത്തരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒറ്റ കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഇസ്ലാമിൽ മുഴുവൻ ദിവസങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഒരു ദിവസവും മോശമല്ല, ഒരു സമയവും മോശമല്ല. ശകുനം അല്ലെങ്കിൽ ദുശകുനം ഇത് നോക്കൽ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഞാൻ ഒരു വട്ടം കുറെ സമയമെടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, ഞാൻ അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. എല്ലാ ദിവസങ്ങളും നല്ലതാണ്. ഏത് ദിവസവും ഏത് സമയത്തും ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ അല്ലാഹു തആല അനുവാദം തന്നിട്ടുണ്ട്. ഈ മുഹറം 10 ദിവസങ്ങളിൽ ഷിയാക്കൾ നഹ്സ് ആചരിച്ചത് കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ വടക്ക് കൊണ്ടോട്ടി ഭാഗത്ത് പഴയ കാലത്ത് ഷിയാക്കൾ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബോറ ഷിയാക്കളുണ്ട്. ഇവര് ജീവിച്ചിരുന്ന സ്ഥലത്തൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഇവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കടമെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും നല്ലതാണ്. അങ്ങനെ സമയം നോക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല.
പിന്നെ ഉസ്താദ്മാർ നോക്കി കൊടുക്കാറുണ്ട്, അതിന്റെ പ്രയോജനം അവർക്കും ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് സമയം പറയണമെന്ന് പറയുമ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ ചോദിക്കാൻ വരുന്ന ആൾക്ക് സമാധാനം വരില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിടുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരു സമയവും മോശമല്ല, ഒരു കാലവും മോശമല്ല. ഹദീസിലെ ലളിതങ്ങൾ പറഞ്ഞു, ആരെങ്കിലും കാലാവസ്ഥയെ ചീത്ത പറഞ്ഞാൽ, ഇവിടുന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ നേരമാണ് മഴ പെയ്യുന്നത്, നശിച്ച മഴയെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെയാണ് ചീത്ത വിളിക്കുന്നത്. ഇന്നമാ അനദ്ദഹു, കാരണം അള്ളാഹുവാണ് ആ സമയത്ത് മഴ പെയ്യിപ്പിച്ചത്. അപ്പൊ ഒരു ദിവസം മോശമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മോശം പറയുന്നതിന് തുല്യമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നത് ഈ മുഹറം മാസത്തിലാണ്. അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞു ഈ മാസം പവിത്രമാണെന്ന്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്നു ഈ മാസം ശകുനം പിടിച്ച മാസമാണ്. അള്ളാഹ് പറഞ്ഞു ഹുറും, പവിത്രമാണെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ ശകുനം പിടിച്ച മാസമാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇഷ്ടം പോലെ മെസ്സേജുകൾ വാട്സപ്പിൽ വന്നു. ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ അറബി എഴുതിയിട്ട് എഴുതി വിടുവാണ്. കഴിഞ്ഞ പ്രാവശ്യം എഴുതി വിട്ടത് മുഹറം 10-ന്റെ അന്ന് ആരെങ്കിലും സുറുമ തേച്ചാൽ അവന് ആ വർഷം കരയേണ്ടി വരികയില്ല. പിന്നെ ഒരാൾ എഴുതി ആരെങ്കിലും മുഹറം 10-ന്റെ അന്ന് ആ നീയത്തോടു കൂടി കുളിച്ച് വൃത്തിയായാൽ ആ വർഷം അവന് രോഗം വരികയില്ല എന്ന് തുടങ്ങി ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വിടാറുണ്ട്. ഇതൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആര് പറഞ്ഞിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹു തആല നോക്കുന്നത്. നബിതങ്ങൾ 2 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ മാസത്തിൽ ചെയ്യാം. ഒന്ന് 9-ന്റെയും 10-ന്റെയും നോമ്പ്. 2 10-ന്റെ അന്ന് നമ്മളുടെ പിശുക്കൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ സമ്പത്ത് എല്ലാ മേഖലയിലും ചെലവഴിക്കൽ. ഇതല്ലാത്ത ഒരു കാര്യവും ഈ മാസത്തിൽ പ്രത്യേകമായിട്ടില്ല. അതിനിപ്പോൾ അറബിയിൽ എഴുതി വിട്ടാലും ഇംഗ്ലീഷിൽ എഴുതി വിട്ടാലും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾ ചെയ്താൽ പാപിയാകും. ഇതിനകത്ത് ഒരു പ്രശ്നം ഇതാണ്, ഒരാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് ചെയ്താൽ ഇവൻ പാപിയാകും. കാരണം നബിതങ്ങൾ പറഞ്ഞു തരാത്ത ഒരു കാര്യം നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്താൽ അതിന്റെ അർത്ഥം അല്ലാഹു തആല നബിതങ്ങൾക്ക് നമ്മളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നബിതങ്ങൾ മറച്ചു വെച്ചു, അതിപ്പോ നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന തരത്തിലാകുന്നത് കൊണ്ട് ചെയ്താൽ അവൻ പാപിയായി തീരും ഇങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞത്.